ആക്ടിങ് വൈസ് ആണ്, നോട്ട് ലുക്ക് വൈസ് അങ്ങനെയൊന്നുമല്ല. അഭിനയത്തിൻ്റെ ഒരു ഇതിൽ വെച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആക്ടിങ് വൈസ് ഇവരൊന്ന് റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആരാ വരാ? അല്ല അങ്ങനെ അങ്ങനെ പറയണം, നമുക്ക് പണി തരാനുള്ള പരിപാടി സത്യസന്ധമായി അല്ല. ഈ ചിലപ്പോൾ ഇവർ ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇവരുടെ ആക്ടിങ് ഇതൊക്കെ മാറാം, ഒരാൾ ചിലപ്പോൾ ഇനി മെച്ചപ്പെടാം. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇപ്പോഴത്തെ ഈ സെനാരിയോയിൽ മാത്രം 5 പേരുടെയും പടങ്ങൾ ഹിറ്റാണ് ഇറങ്ങുന്നത്. എല്ലാം 5 പേരും 5 രീതിയിലുള്ള ആക്ടേഴ്സ് ആണ്. ബാംഗ്ലൂർ ഡേയ്സ് തന്നെ ദുൽഖർ, നമ്മുടെ ഫഹദ് ഫാസിൽ, പിന്നെ നിവിൻ പോളി, 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 3 പേര് അതിൽ ആരാണ് നല്ലത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള 3 പേരും 3 പേരുടേതായ ശൈലിയിൽ അഭിനയിച്ച സിനിമ. പിന്നെ ഉണ്ണിമുകുന്ദനെ കുറിച്ചും വിക്രമാദിത്യൻ, ദുൽഖറും ഉണ്ണിയും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ആസിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസിഫിൻ്റെതായ ഒരു സ്പേസ് സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഇവരിൽ ആരാണ് ഏറ്റവും നല്ല ആക്ടർ എന്ന് ചോദിച്ചാൽ നോ ആൻസർ അല്ലേ? അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവരെല്ലാവരുടെയും കൂടെ കുറേ സിനിമ അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇയാളും അവരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ കാണുമ്പോൾ പറഞ്ഞേക്കാം. കാരണം ഇനിയിപ്പം അവരുടെ ഹീറോയിനായിട്ടാണ് അടുത്ത സിനിമയിൽ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ആസിഫാണ് ഏറ്റവും ബെസ്റ്റ് ആക്ടർ നമുക്കങ്ങ് പറഞ്ഞാൽ പോരെ, നമ്മൾ 3 തീരുമാനത്തിലെത്തുന്നു. ഞാൻ എല്ലാവരും ഈക്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിവിൻ പോളിയുടെ കൂടെ മാത്രമാണ് ഇതൊരു ആക്ട് ചെയ്യാത്തത്. ഉണ്ണിയുടെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണി ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ഒരു ആക്ടർ. ബാക്കി 4 പേരോട് അഭിനയിച്ചു കഴിഞ്ഞോ? അപ്പൊ ഇനിയിപ്പം മറ്റേ നിവിനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ടിപ്സ് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്, എവിടെ എത്തുന്ന എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്കിപ്പം ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് കുറെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഏത് പ്രശ്നമായിരിക്കും നിങ്ങൾക്കൊരു പെട്ടെന്നൊരു അധികാരം കിട്ടുവാണെങ്കിൽ അതിൽ ഏത് സെക്ടറിലായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുക? അഗ്രികൾച്ചർ ആണോ, അതോ പോവർട്ടി ആണോ, അതോ ചൈൽഡ് ലേബർ ആണോ? അങ്ങനത്തെ ഏതൊരു ഏരിയ ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്, അത് മാറണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംഭവം എന്താണ്? കുട്ടികളുടെ നേരെയുള്ള ഈ ഒരു കുറച്ച് ഒരുപാട് ഈ അടുത്ത് ഇപ്പോഴും ഈ പിന്നെ ബാംഗ്ലൂരിൽ ഒരു നഴ്സറി കുട്ടീനെ ഒരുപാട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പേപ്പറിലുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ പറ്റും എന്നുള്ളത് മുൻപ് ഒരു എനിക്ക് വന്നൊരു 5-6 വർഷം, ഒരു 10 വർഷം മുൻപ് വരെ അങ്ങനെയുള്ള വാർത്തകളൊന്നും ഇല്ലായിരുന്നു നമ്മുടെ പത്രം നോക്കി. ചിലപ്പോൾ വാർത്തകൾ ഇല്ലാത്തതുകൊണ്ടായിരുന്നായിരിക്കാം. ഇപ്പൊ കുറേ ന്യൂസ് ചാനൽസ് ഉള്ളതുകൊണ്ട്. അല്ല, ന്യൂസ് ചാനൽ ഉള്ളതുകൊണ്ട് മാത്രമല്ല, എങ്കിലും നമ്മൾ പറഞ്ഞെങ്കിലും ഒരു അറിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ടല്ലോ. പത്രത്തിലൂടെയെങ്കിലും വായിച്ച് നമുക്ക് അറിവ് കിട്ടിയാണ്. ഇപ്പം എന്താ പറയുക, കൊച്ചു കുട്ടികളെ വരെയാണ് അവരെ പോലും ഒഴിവാക്കുന്നില്ല നഴ്സറി സ്കൂളിൽ പഠിക്കുന്നത്. അതുപോലെ ഇപ്പം ട്രിവാൻഡ്രത്ത് പട്ടിക്കൂടിലടച്ച ഒരു സംഭവം കേട്ടില്ല. കുട്ടികളോട് വളരെയധികം ഇതിപ്പം ഒരു 14 വയസ്സുള്ളൊരു കുട്ടീനെ സ്വന്തം അച്ഛൻ കൊന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ വളരെയധികം ഒരു ഭീകരാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ ഒരു സൊല്യൂഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കുടുംബത്തിൽ എപ്പോഴും ഒരു കുടുംബത്തിൽ വളരെ രസകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കുട്ടികളോടാണെങ്കിലും ഭാര്യ, അമ്മച്ചി, കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ പോകുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കുറച്ച് കല ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര കുറച്ച് ബ്രൂട്ടലായിട്ടൊന്നും പെരുമാറാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇനി കല ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലും ചിലപ്പോൾ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും അതിനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വലിയ ക്രിമിനൽസിനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു നല്ല കലാകാരൻ എന്ന് പറഞ്ഞ ഒരാരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരു സംഗീതമോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ കൂടിയൊക്കെ ഒരിക്കലും. അപ്പം എനിക്ക് സ്കൂൾസിലും എല്ലായിടത്തും കലാപരമായും കുട്ടികളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അവർക്ക് ചിന്തിക്കാനും അവർക്ക് വേറെ പല അതിനകത്തുണ്ടാവും, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് ഈ പഠിക്കുന്ന മാത്രമല്ല, ബുക്സ് മാത്രമല്ലാണ്ടുള്ള ഒരു പുതിയ എന്താണ് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത്. അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ പട്ടിണിയുണ്ട്. നമ്മൾ ഇത്രയും ഡെവലപ്പ് ആയിട്ട് പോലും ഒരുപാട് രാജ്യങ്ങൾ പട്ടിണിയിലാണ്. ഈ സമയത്ത് നമുക്ക് എടുത്തു വയ്ക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കിട്ടാത്തവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അതേ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമുക്കിപ്പോൾ ഇതുപോലെ വേറെ സ്ഥലത്ത് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെ ഒരുപാട് സംഘടനകളിൽ ഞങ്ങൾ പോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞാനൊക്കെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ തന്നെ ഇതുപോലെ ഒരുപാട് ഓർഫണേജുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചൊരു ഫംഗ്ഷൻ നടത്തണം, അവിടുത്തെ പിള്ളേർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെയാണ് സന്തോഷം. ശരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള നന്മയാണ് ഇപ്പം പ്രതിഫലിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ ഉള്ള ആ സിൻസിയറിറ്റി ഒക്കെ ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങളെ നോക്കി മുകളിൽ ഇപ്പം ജസ്റ്റ് ലൈക്ക് ഹൗ ഗുരു സ്ഥാനത്ത് കണ്ടു എന്ന് പറയുന്നത് പോലെ
പലരും നിങ്ങളെയും വലിയ റോൾ മോഡൽസ് ആയിട്ട് കാണുന്നുണ്ട്. മക്കൾ തൊട്ട് ചിലപ്പോൾ നിങ്ങളെ പോലും അറിയാത്ത ആൾക്കാരായിരിക്കും. പബ്ലിസിറ്റി അല്ല, പക്ഷെ അവര് ഡെഫിനറ്റ്ലി ഇത് ചെയ്യും. ബിക്കോസ് എൻ്റെ നോബി ചേട്ടനും അല്ലെങ്കിൽ എൻ്റെ ഷാ ചേട്ടനും ഇത് ചെയ്യുന്നു, അപ്പം ഞാനും ചെയ്യണം എന്നുള്ളൊരു, ബിക്കോസ് നല്ലത് നമുക്ക് പുറത്ത് കാണിക്കുമ്പോൾ അതാണ് കൂടുതൽ ഫോളോ ചെയ്യാൻ ഈസി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. നിങ്ങളൊരു നടുക്കടലിലാണ്, നിങ്ങൾക്ക് ദാഹിക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നടുക്കടലിൽ ഒരു പാറയുണ്ട്, പാറ ഉണ്ടാവുമായിരിക്കും അല്ലേ, ഒരു പാറ. ഓക്കെ, ആ പാറയുടെ മേളില് നിങ്ങൾ ഇങ്ങനെ ഇരിക്കും, ഭയങ്കര വെയില്, എന്നുവെച്ചാൽ ഒടുക്കത്തെ വെയില്, പക്ഷെ ഭയങ്കര ദാഹവും ഭയങ്കര വിശപ്പും. നിങ്ങൾ എന്ത് ചെയ്യും? പ്ലീസ് ആൻസർ പറയണം, എനിക്ക് ആൻസർ അറിയത്തില്ല കേട്ടോ. നടുക്കടലിൽ ഒരു പാറ ഉണ്ടാകാമെങ്കിൽ പാറയുടെ പുറത്ത് നമ്മൾ അവിടെ നമ്മൾ ചെന്നത് എങ്ങനെയെങ്കിലും അതായത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പാക്കപ്പ് ആയപ്പോഴേ നിങ്ങൾ കയറാൻ മറന്നുപോയതാണ്, അപ്പം നിങ്ങൾ അവിടെ വിട്ടിട്ട് പോയി, അങ്ങനെ വല്ലതും ചിന്തിക്കാം. അടുത്ത ഷൂട്ട് വരുന്നവരവിടെ അത് കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. അടുത്ത ഷൂട്ടിങ്ങിനാണ് വരുന്നവര്, പക്ഷെ വെള്ളം ദാഹിക്കുന്നു. അതെ, ലൈഫ് ഓഫ് പൈ പോലത്തെ ഉള്ള സിനിമ. ആക്ച്വലി നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഏതാ? ഇപ്പൊ ചെറുപ്പത്തിലെ നമ്മൾ കാണുന്ന ചില സിനിമകൾ മനസ്സിൽ ആഴത്തിൽ അങ്ങോട്ട് പതിയും, പിന്നെ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ എസ്പെഷ്യലി ഈ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹം പിന്നെ ഭയങ്കരമായിട്ടുണ്ടാവും. അതുപോലെ ആരെങ്കിലും ഒരാൾ കഥ എഴുതിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു സിനിമ. എനിക്ക് ഇനി ഒരിക്കൽ കൂടി ആ സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ളൊരു സിനിമ മിഥുനം എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ ചിരിച്ച് 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 അതിൽ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ക്യാരക്ടർ, അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടർ, ശ്രീനി ചേട്ടൻ്റെ ക്യാരക്ടർ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് ബോറടിക്കില്ല എന്നുള്ളതാണ്. ആ ലാലേട്ടൻ്റെ അതിലെ ക്യാരക്ടറും എല്ലാ ക്യാരക്ടേഴ്സും. അതിൽ ഏത് ക്യാരക്ടറായിട്ട് വരാനാണ് ആഗ്രഹം? അതിൽ ഏത് ക്യാരക്ടറിനെ വിളിച്ചാലും എനിക്ക് ഞാൻ പോയി അഭിനയിക്കും, അതുപോലെ ഇഷ്ടം. ലാലേട്ടൻ്റെ ക്യാരക്ടറിനായിട്ട് വിളിച്ചാലും വേണമെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടാം. ശങ്കരാടി ചേട്ടൻ്റെ ഒക്കെ എല്ലാം ഗംഭീരമാണ്. അപ്പൊ നല്ല അതുപോലത്തെ ആർട്ടിസ്റ്റുകൾ ശരിക്കും ഇപ്പൊ ഇനി വരുമോന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ ശങ്കരാടി അവർക്ക് അവരുടെ റിയൽ ലൈഫിൽ നമുക്ക് ഒരിക്കലും നമുക്ക് വളരെയധികം മിസ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ശങ്കരാടി ചേട്ടൻ, അതുപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കുതിരവട്ടം പപ്പു, ഇവരൊക്കെ അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ ഇനി വരില്ല. അവരുടെ വോയിസ് മോഡുലേഷൻ ആണോ എന്താണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ വോയിസ് മോഡുലേഷൻ. തീർച്ചയായിട്ടും വോയിസ് മോഡുലേഷൻ അവരൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ജീവിതം അറിഞ്ഞിട്ടുള്ളവരാണ്. നമുക്കും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള ആർക്കൊന്നും അതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നാടകത്തിലൂടെയും അതുപോലെ വർഷങ്ങളോളം, പിന്നെ അന്ന് വന്നിട്ടുള്ള സിനിമകളും അത്തരത്തിലുള്ള സിനിമകളായിരുന്നു. ക്യാരക്ടേഴ്സും ഇപ്പം കുതിരവട്ട പപ്പുചേട്ടൻ ചെയ്തിട്ടുള്ള വേഷങ്ങൾ നോക്കിയാലും അതുപോലെ ശങ്കരാടി ചേട്ടൻ ഓരോ ക്യാരക്ടറിന്റെ ഡീറ്റെയിലിംഗ് ഭയങ്കരമാണ്. അപ്പോൾ അത്രയ്ക്ക് ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് അവർ ചെയ്തിരിക്കുന്നത്, അതുപോലുള്ള സിനിമകളാണ് അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യക്കേടെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പം നല്ല സിനിമകൾ ഇല്ല എന്നുള്ളതല്ല പറയുന്നത്, അതുപോലുള്ള ഫ്ലേവറുള്ള സിനിമകൾ ഇപ്പോൾ ഇല്ലല്ലോ. വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് മാർക്ക് ഇവിടെ കേട്ടോ ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ. ഇവിടെ ഏതാ സിനിമ? എനിക്ക് പിന്നെ ഞാൻ കണ്ടാലും അതുപോലെ ഒന്ന് ദേവാസുരം എനിക്ക് ഇഷ്ടമുള്ള ചിത്രം. പിന്നെ അതുപോലെ തന്നെ കണ്ടിട്ട് ഒരുപാട് സങ്കടപ്പെട്ടൊരു ചിത്രമാണ് നമ്മുടെ തനിയാവർത്തനം. ഈ രണ്ട് ചിത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയ രണ്ട് ചിത്രങ്ങളാണ് ഇത് രണ്ടും. പക്ഷേ എങ്കിലും മാർക്ക് ഇവിടെ കൂടുതൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതെ അത് കാര്യം പിന്നെ സീനിയറാണ്, എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും ഭയങ്കര ക്വയറ്റ് ആണോ? ഇവൻ ക്വയറ്റൊന്നുമല്ല, ഇപ്പൊ ഇങ്ങനെ എന്തോ ഇവിടെ ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു മാത്രം. എങ്ങനെയുണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള പുതിയ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ അറിഞ്ഞൂടെ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ കെട്ടു ഇപ്പം പഠിച്ചതേ ഉള്ളൂ. ആണോ? പക്ഷെ എല്ലാ ഭാര്യമാരും നിങ്ങളെ കാണും പറയാം ഭയങ്കര ഹാപ്പി ലൈഫാണ്. തീർച്ചയായിട്ടും മുഖത്തൊരു ഭയങ്കര ഒരു തിളക്കമൊക്കെ ഉണ്ട് അല്ലേ? ഞാനും ലവ് മാരേജ് ആയിരുന്നു. എപ്പോഴും പ്ലസ് ആണ്, എപ്പോഴും പ്രത്യേകിച്ച് മിമിക്രിക്കാർ എപ്പോഴും ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള അല്ലേ കൂടുതൽ മിമിക്രിക്കാരെന്ന് പറഞ്ഞപ്പം വീട്ടിലാണെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ദൃശ്യമൊക്കെ കഴിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. വീട്ടിൽ ഭയങ്കര സീരിയസ് ആയിരിക്കുമോ പിള്ളേരോടും ഭാര്യയോടും ഒക്കെ? ഞാനൊക്കെ ഭയങ്കര എല്ലാ കാര്യങ്ങളും
കോമഡിയിലൂടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതൊരു 2 സെക്കൻഡ് കൂടുതൽ ആ ഒരു ദേഷ്യവും പിണക്കവും ഒന്നും നിൽക്കില്ല. പറ്റില്ല. പിള്ളേരെ കലാകാരന്മാർ നിഷ്കളങ്കർ. വളരെ വളരെ സത്യം. പിള്ളേരോടാണെങ്കിൽ കൂടി നമ്മളൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരൊന്നും മുഖമൊന്നും മാറിയിരിക്കുന്നുണ്ട്. അവര് വിശ്വസിക്കില്ല നിങ്ങൾ ദേഷ്യപ്പെടാൻ ചാൻസ് ഇല്ലല്ലോ എന്നുള്ളത്. എൻ്റെ മോനൊക്കെ ഭയങ്കര ഇത് പഠിച്ചു. കാര്യം അവനറിയാം ഞാൻ വഴക്ക് പറഞ്ഞാൽ ഞാൻ തന്നെ എന്ന് കൂടുമെന്നറിയാം. കാരണം അവൻ വഴക്ക് പറഞ്ഞാൽ അവൻ പിണങ്ങി ഒറ്റ പോക്ക ബെഡിൽ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ഞാൻ ചെല്ലുന്നുണ്ട്. അവനറിയാം നമ്മൾ ചെല്ലും എന്നുള്ളത്. അത് തന്നെയാണ് നല്ലത്. നമ്മൾ വലിയ സീരിയസിലോട്ടൊന്നും പോവാതെ എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ കോമഡിയിലൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അത് തന്നെ നല്ലത്. ബിക്കോസ് പിള്ളേർക്ക് ആ ഒരു ഫ്രീഡം ഉള്ളപ്പം എന്തും തുറന്ന് പറയാം. ബിക്കോസ് ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ്സ് ഇല്ലെങ്കിൽ അടുത്ത് അവർ നോക്കുന്ന ഫ്രണ്ട്സിനോട് പറയാൻ അത് ഒരിക്കലും ഒരു കറക്റ്റ് ആൻസർ അവർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ആൻഡ് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ആൻസേഴ്സ് ആണല്ലോ. ഞാനിത് അത് ചോദ്യം ചോദിക്കുന്നവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മൾ ആൻസേഴ്സ്. അതെ, ഞാൻ കുറച്ച് സിമ്പിൾ ആയി പോയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ല നല്ല നല്ല ചോദ്യങ്ങളായതുകൊണ്ടാണ് നമ്മളിങ്ങനെ നല്ല നല്ല ആൻസേഴ്സ്. ഇച്ചിരി ഒന്ന് കൂതറായി നോക്കി നമ്മൾ ആ ഭയങ്കരമായിട്ടല്ലേ താഴേക്ക് വരാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഏറ്റവും ഇപ്പം നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ സിനിമയിൽ ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നു, ഒരു പെൺകുട്ടി കുളിക്കാനായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ അപ്പോഴാണ് ആ ട്രെയിൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ പിന്നെയും 2ാമത്തെ ദിവസവും ആ സെയിം സിനിമയ്ക്ക് പോവാണ്. അതായത് ആ സീൻ ഇതാണ്. ആ പെൺകുട്ടി ഒരു കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കുളിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആവുന്നു. അപ്പോഴേക്കും ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നു. ആ സീൻ മറയണം. അപ്പോൾ ഇയാൾ ഈ ഡെയിലി ഈ സിനിമയ്ക്ക് ഈ ഒരു ഷോന് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. അതെന്തിനായിരിക്കും? എനിക്ക് തോന്നുന്നു ആ ട്രെയിനിൽ പരിചയമുള്ള ആരെങ്കിലും കാണും അല്ലേ? ഇല്ല, 0 മാർക്സ്. അല്ല, ഡെയിലി ഈ സീൻ കാണാനായിട്ട് ഇയാൾ പോവാ പൈസ കൊടുത്ത്. ഇയാൾ മാത്രമേ ഇപ്പൊ തിയേറ്ററിലുള്ളൂ. പുള്ളി വിചാരിക്കും ഇന്ന് ഈ ട്രെയിൻ വരില്ല എന്നാണോ? അതാണോ? അത് പഴയ ആൻസറാണ്. 1980 ആണോ? ഞാൻ അപ്പൊ കേട്ട് ചോക്കാത്. ഇത് പുതിയ ആൻസർ. ഇന്നെങ്കിലും ആ ട്രെയിൻ ലേറ്റ് ആവുമെന്ന് വിചാരിക്കും. അങ്ങനല്ല ആൻസർ. ഞങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ജോക്ക് ഞാൻ കേൾക്കുന്നത് എന്റെ ക്ലാസ്മേറ്റ് എങ്ങോട്ടോ പറയുന്ന. അപ്പൊ എനിക്കിത് ഭയങ്കര ഒരു കൗതുകമുള്ള ഒരു ജോക്കായിട്ട്. ബിക്കോസ് അവള് പറയുന്ന ആൻസർ ഇന്ത്യൻ റെയിൽവേ അല്ലേ, എപ്പോഴും കൃത്യസമയത്ത് വരണമെന്നില്ല എന്നുള്ള ഇതിലാണ്. നിങ്ങളെ പാട്ട് പഠിപ്പിച്ചാലോ? ഞങ്ങളുടെ വീട്ടിലെ അതിഥികളിൽ ഷാജോണ്ണൻ ഒരു പാട്ട് പാടി മനോഹരമായിട്ട് സൂപ്പർ സോങ്. അപ്പൊ മാർക്ക് എന്തായാലും ഇവിടെ ആയിരിക്കും. അതെ അതെ, ബിക്കോസ് എന്റെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി വിട്ടുകൊടുത്തെന്ന് കൂടെ പാടാം. പാടും. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്യാവശ്യം മിമിക്രിക്കാരെല്ലാവരും കുറച്ച് പാട്ട് പാടും. അല്ലെങ്കിൽ അത്യാവശ്യം വരയ്ക്കുന്നത്. ഇപ്പോൾ കോട്ടയം നസീർ ആണെങ്കിലും സിനാജ് ആണെങ്കിലും സോളമൻ ചാനസ്, ഇങ്ങനെ പ്രശസ്തരായ കുറേ മിമിക്രിക്കാരൊക്കെ നന്നായിട്ട് വരയ്ക്കുന്നവരാണ്. ഇപ്പം ലാലേട്ടൻ നന്നായിട്ട്. എനിക്ക് വേറൊരു ഡൗട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഇപ്പം കലാകാരന്മാർക്ക് അങ്ങനത്തെ ഒരു ടൈം സെറ്റ് ഒന്നും ഇല്ലല്ലോ. ഏതൊരു മൂഡിലിരിക്കുകയാണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യേണ്ട സമയത്ത് പെർഫോം ചെയ്തേ പറ്റൂ. ചിലപ്പോൾ ഒരു ബാഡ് ന്യൂസ് കേട്ടിട്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ ഒരു എന്തെങ്കിലും വയറുവേദനയോ കാലുവേദനയോ അങ്ങനെ എന്തെങ്കിലത്തെ ഒരു അവസ്ഥയിലായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആക്ട് ചെയ്യാനായിട്ട് ഇപ്പം ആക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേറൊരാളായി മാറുന്ന ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഈ പറഞ്ഞതുപോലെ ഏതൊരവസ്ഥയിലും അഭിനയിക്കാൻ പറ്റണോ? അതാണല്ലോ ആക്ടർ എന്ന് പറയുന്നത്. പക്ഷെ അതെങ്ങനെയാണ് നിങ്ങൾ അത് കുറേ നാളത്തെ എക്സ്പീരിയൻസിലാണോ ആ ഒരു കഴിവ് വരുന്നത്? അങ്ങനെ വരുള്ളൂ തീർച്ചയായിട്ടും. പിന്നെ നമുക്കിപ്പം ഒരു തലവേദനയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ ഒരു കോൾഡ്. അതെ, ചുമയും കാര്യങ്ങളൊക്കെ ഇത്ര തുടങ്ങിയവൻ. അപ്പം നമുക്ക് മാനസികമായിട്ട് ഇച്ചിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ കൂടിയൊക്കെ നമ്മൾ ലൊക്കേഷനിൽ ചെന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പം സ്വയം ഒരു മന്ത്രമൊക്കെ പറയാറുണ്ട്. മന്ത്രം നമ്മൾ പ്രാർത്ഥന ഉണ്ടല്ലോ എപ്പോഴും നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്യുന്ന ജോലി അത് 100% ആത്മാർത്ഥത്തോടെ ചെയ്യാൻ പറ്റണേന്ന് എന്നും രാവിലെ എഴുന്നേൽക്കും മോളെ പ്രാർത്ഥിച്ചു. എന്തൊക്കെ മൂഡ് ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പ്ലസൻറ്റ് ഫീലായിരിക്കും നമുക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, ഇന്ന് തന്നിരിക്കുന്ന ജോലികളെല്ലാം നന്നായി ചെയ്യാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മളത് ആ സമയത്ത് ആ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഒരു എനർജി നമ്മളിലേക്ക് വരും. അതുപോലെ കിടക്കുമ്പോഴും ഇന്ന് തന്ന ഉപകാരങ്ങൾക്കും ഇന്ന് നന്ദി പറയുക, ഇത്രയും നടത്തിയതിന് എന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് സ്ഥിരം ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും. അല്ലാതെ ഞാൻ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ പറ്റിയൊരു അനുഭവമുണ്ട്. കാര്യം ഞാൻ ഡെയിലി രാവിലെ ഉറക്കമെഴുന്നേറ്റ് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാതെ ഞാൻ ഇറങ്ങത്തില്ല. റൂമിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും ഇങ്ങനെ 2 പ്രാവശ്യം ഞാൻ ചെയ്തില്ല. ആ 2 പ്രാവശ്യം എനിക്ക് അപകടം പറ്റിയിട്ടുണ്ട്.
ആണോ? അതെ, അത് എൻ്റെ വിശ്വാസമാണ്. 2 പ്രാവശ്യം എനിക്ക് അപകടം പറ്റി. അപ്പൊ ഇന്ന് വായിച്ചായിരുന്നോ? ഇന്നും വായിച്ചായിരുന്നു. ഇതുപോലെ എനിക്ക് ഇപ്പോൾ ചോദ്യം ചോദിച്ചല്ലേ, നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കാസർഗോഡ് നിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ട്രെയിൻ